നമസ്കാരം. ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. യുഎഇയിൽ സ്വദേശിവൽക്കരണത്തിൽ വലിയ മുന്നേറ്റം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം ഇതാദ്യമായി 1.31 ലക്ഷം കടന്നു. കഴിഞ്ഞ വർഷം സ്വദേശിവൽക്കരണം അതിന്റെ ഏറ്റവും മികച്ച സൂചികയാണ് നൽകുന്നതെന്ന് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. സ്വദേശിവൽക്കരണത്തിൽ 350% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിക്ക് 30 മില്യൺ ദിർഹം സമ്മാനം. ബഹ്റൈൻ പ്രവാസിയായ മലയാളി ആംബുലൻസ് നഴ്സ് മനു മോഹനാണ് ഭാഗ്യശാലി. ഡിസംബർ 26 എടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. ബിഗ് ടിക്കറ്റിൽ നിന്നും കോൾ വന്നപ്പോൾ താൻ ഡ്യൂട്ടിയിലായിരുന്നുവെന്നും പെട്ടെന്ന് ഞെട്ടിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷത്തിലേറെയായി 15 മുതൽ 16 സുഹൃത്തുക്കളുമായി ചേർന്ന് ടിക്കറ്റ് എടുക്കാറുണ്ടെന്നും മനുമോഹൻ പറഞ്ഞു. പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം സൗദിയിലെ മധ്യപ്രവിശ്യയിൽ മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി തുറക്കിൽ ചെമ്മലപ്പുറം സ്വദേശി പരേതനായ മുസ്തഫയുടെ മകൻ ഹാരിസ് ആണ് മരണപ്പെട്ടത്. 43 വയസ്സായിരുന്നു. റിയാദിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ ഹുത്ത ബെനി തമീമിൽ വെച്ചാണ് ഹാരിസ് മരിച്ചത്. മൃതദേഹം ഹുത്ത ബെനി തമീം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അജ്ഫാൻ എന്ന കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. ഗൾഫിൽ നിന്ന് 2 പേർക്ക് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം. യുഎഇയിലെ പ്രമുഖ ആഗോള ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ഗ്രൂപ്പായ ട്രാൻസ്വേൾഡ് ഗ്രൂപ്പ് ചെയർമാനും കൊല്ലം സ്വദേശി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യരും കർണാടക സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ സെയ്ദ് അൻവർ ഖുർഷിദുമാണ് സൗദിയിൽ നിന്നും പട്ടികയിൽ ഇടം പിടിച്ചത്. മത്സ്യത്തൊഴിലാളികളായി ഒമാനിലെത്തി ദുരിതത്തിലായ മലയാളികളെ KMCC നാട്ടിലെത്തിച്ചു. കോഴിക്കോട്, ബേപ്പൂർ, മലപ്പുറം സ്വദേശികളായ 5 പേരാണ് തൊഴിലുടമയുടെ അനാസ്ഥ മൂലം ഒമാനിലെ മസ്യൂറ ദ്വീപിൽ ദുരിതത്തിൽ കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് ബേപ്പൂർ ഹാർബർ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന മുക്വക്കടലിൽ കഴിഞ്ഞിരുന്ന മധ്യവയസ്കരാണിവർ. സാധനങ്ങൾ വാങ്ങിയ വകയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള കടങ്ങളും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ശമ്പളവും നൽകാതിരുന്ന കേസിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ ലേലം ചെയ്യാൻ ഉത്തരവിട്ട് ദുബായിലെ കോടതി. അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് റാസൽ ഖോറിലെ ലേല കേന്ദ്രത്തിൽ വെച്ച് ഇവ ലേലത്തിൽ വിൽക്കുകയും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കടവും ശമ്പള കുടിശ്ശികയും തീർക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നിസ്വ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലസേചന ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറി. വെള്ളിയാഴ്ച ഉണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കച്ചവടക്കാരുടെ സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കുളത്തിലെ ഫീഡർ ട്യൂബ് പൊട്ടി വെള്ളം വാദി കൽബുവിലേക്ക് ഒഴുകിയതാണ് കവിഞ്ഞൊഴുകാൻ കാരണമെന്ന് നാമ വാട്ടർ സർവീസസ് കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി. സുരക്ഷാ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ കൊടും കുറ്റവാളി തലാൽ അൽ അഹമ്മദ് ഷമാരി കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ പ്രതിയെ ഫർവാനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ 31-ന് പൗരത്വരഹിതനായ പ്രതിയെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എമിറേറ്റ്സ് A380 വിമാനം അപകടത്തിൽപ്പെട്ടതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. വീഡിയോ നീക്കം ചെയ്യുന്നതിനോ തെറ്റായതും ഭയപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ ഡിജിറ്റലായി സൃഷ്ടിച്ച ഫുട്ടേജാണെന്ന് വ്യക്തമാക്കുന്നതിനോ തങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മസ്കത്ത് ഗവർണറേറ്റിലെ അമീറാത്ത് വിലായത്തിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 0.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രമാണ് അറിയിച്ചത്. പ്രാദേശിക സമയം വ്യാഴാഴ്ച രാത്രി 10:49-നാണ് ഭൂചലനമുണ്ടായത്. മസ്കത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് പ്രഭവ കേന്ദ്രം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു.